ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. കൂജന്തൻ രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യവിദാശാഖം വന്ദേ വാൽമീകോകിലം. ആത്മീയനിധി സംഭൂതൻ രാമം ഭോനിധി സങ്കട ശ്രീമദ് രാമായണീ ഗംഗാ പുനാതി പുനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 36-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പരശുരാമ ഗർവഭംഗം എന്ന ബാലകാണ്ഡത്തിലെ അവസാനത്തെ ഭാഗമാണ്. ഈ സംഗതി വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണ മൂലത്തിലൊക്കെ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ രാമായണങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് ഇനി കമ്പരാമായണം, തുളസീദാസ രാമായണം മുതലായതിൽ ഇതേ വിഷയം അഥവാ ഇതേ ഇതിവൃത്തം എങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് സാമാന്യമായിട്ട് നോക്കാം. വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടു, ഈ പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള സംവാദം ഒരു നിലവാരമുള്ളതാണ്. പരശുരാമൻ തൻ്റെ ഗുരുനാഥനായ ശിവൻ്റെ പേരിലുള്ള വില്ല് രാമൻ ഖണ്ഡിച്ചു എന്ന് കേട്ടുകൊണ്ട് ഒന്ന് ക്ഷോഭിച്ചു. എന്നാലും വളരെയധികം കുലീനമല്ലാത്ത വാക്കുകളൊന്നും അദ്ദേഹം പറയുന്നില്ല. രാമനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചില കോപം അഭിനയിച്ചു എന്ന് പോലും വേണമെങ്കിൽ തോന്നും. അത്രയേ ഉള്ളൂ. അതേസമയം പിന്നീടുള്ള കവികളൊക്കെ ഈ ഇതിഹാസ സന്ദർഭത്തെ എത്രയധികം താഴ്ത്തിക്കളഞ്ഞു നമുക്ക് ദുഃഖത്തോടെ കാണാൻ കഴിയും. കാരണം അവരൊക്കെ എന്താ വെച്ചാൽ ഈ ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള ഈ തർക്കത്തൊക്കെ ഒരു തരം എന്താ പറയുക തരംതാഴ്ന്ന നിലയിലേക്ക് മാറ്റുക ചെയ്തത്. അത് നോക്കാം നമുക്ക്. കാരണം നമുക്ക് ലഭ്യമായ കമ്പരാമായണ തർജ്ജമ ജി രാമകൃഷ്ണപിള്ളയുടേതാണ് നമ്മൾ അവലംബിക്കുന്നത്. അതിലൊക്കെ പൊതുവെ വളരെ കുറഞ്ഞ വർണ്ണനകളേ ഉള്ളൂ. അതിൽ കൃത്യമായി പദാനുപദം തന്നെയാണ് ഇദ്ദേഹം തർജ്ജമ ചെയ്തതെന്നുള്ളത് സംശയമാണ്. എന്നാലും കമ്പരയിലെ ആശയങ്ങളൊക്കെ വിട്ടുപോകാതെ തർജ്ജമ ചെയ്തിട്ടുള്ളതാണ് അവകാശവാദം. എന്നുള്ളത് നോക്കാം. അതിൽ പറയുന്നത് ഈ സീതാ സ്വയംവരത്തിന് ശേഷം രാമലക്ഷ്മണന്മാരും ദശരഥനും സൈന്യങ്ങളൊക്കെ കൂടി മിഥിലാപുരിയിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര പോവുകയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ ത്രംബകം എന്ന വില്ല് ഛേദിക്കപ്പെട്ടു അഥവാ അത് മുറിക്കപ്പെട്ടു എന്ന് കേട്ടിട്ട് പരശുരാമൻ ക്രോധത്തോടുകൂടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ത്രയ്യംബകാഖ്യമാ കുഞ്ചാപത്തെ മുറിച്ചതു വീര്യവാനാകൂമരു ബാഹുജയബാലനെന്നു കേട്ട അതിരോഷം കൊണ്ടു രേണുകൽപ്പജ മുനിശ്രേഷ്ഠനും പുറപ്പെട്ടു പദ്ധതി മധ്യേ. പദ്ധതി വഴിക്ക് നിന്നു. അവർ വരുന്ന വഴിക്ക് ക്രോധത്തോടു കൂടി നിന്നു. തൻ്റെ ഗുരുനാഥൻ്റെ പേരിലുള്ള ഈ ശാപം രാമൻ മുറിച്ചു എന്ന് കേട്ടിട്ടാണ്. എന്നിട്ട് താതമാതാക്കളോടും ബന്ധുക്കളോടും ചേർന്നു ചേതോഹരാംഗനായി വരുന്ന രാഘവനെ കണ്ട് അതിഗർവം പൂണ്ട് ചോദിച്ചാരേവം. ഗർവത്തോടു കൂടി ചോദിച്ചത്. ആ ചോദിക്കുന്നതിലൊക്കെ ആത്മീയമാനത്തിൽ വ്യത്യസ്തമായിട്ടാണ്. കുറേ കൂടി അഹങ്കാരനിർഭരമായ ചോദ്യമാണ്. ആര് നീ? നിന്നെ കണ്ടാൽ ബാഹുജയനെന്നു തോന്നും. അവനോട് പറയാണ്, നിന്നെ കണ്ടാൽ ഒരു ക്ഷത്രിയനാണെന്ന് തോന്നുന്നു. ബാഹുജൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്. കൈകളിൽ നിന്നാണ് ക്ഷത്രിയൻ ഉണ്ടായതൊക്കെ പുരുഷ സൂക്താദി മന്ത്രങ്ങളിലുണ്ടല്ലോ. പഴയ വർണ്ണാശ്രമ വ്യവസ്ഥയെക്കുറിച്ചുള്ള വൈദിക പരാമർശങ്ങളൊക്കെ അങ്ങനെയാണ്. മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, ഊരുക്കളിൽ നിന്ന് വൈശ്യനുണ്ടായി എന്നൊക്കെയാണല്ലോ. ആ അർത്ഥത്തിലാണ് ബാഹുജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാമൻ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, യാതൊരു ബഹുമാനക്കുറവില്ലാതെ പറഞ്ഞു, ഭൂദേവൻ ഭവാനെന്നു ചൊല്ലുന്നു മമാമനെ. അതിനാൽ നമസ്കരിക്കുക ചെയ്യുന്നെങ്കിലും അതിന് തെറിയ ഞങ്ങൾ ബ്രാഹ്മണനാണ് ഞാൻ വിചാരിക്കും, അതുകൊണ്ട് നമസ്കരിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി വിചാരിച്ചിട്ടാണ് ഈ നമസ്കാരം. ഗുണമൊക്കെ ആലോചിച്ച് നോക്കിയാൽ ബ്രാഹ്മണനാൻ തോന്നില്ല എന്നുള്ളതൊരു പരിഹാസം കൂടി എൻ്റെ പുറകിലുണ്ട്. അങ്ങ് ബ്രാഹ്മണനാണെന്ന് അറിയപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കാമെന്നാണ്. അപ്പോൾ വീണ്ടും
ഈ പരശുരാമൻ പറഞ്ഞു, ക്ഷാത്രദേവംശൻ നീയും താടക എന്ന് പേരാം ജാത്തിചാരിണീ തന്നെ കൊന്നതില്ലയോ ബാല. കുട്ടിയും ഞാൻ വിളിച്ചത്. സ്ത്രീവധം വിഹിതമോ രാജാക്കന്മാർക്ക്. ഇത്തരം പരാമർശങ്ങളൊന്നും വാഗ്മീരാമായണത്തിലില്ല. ഏതായാലും സ്ത്രീകളെ കൊല്ലുന്നത് എന്ത് ധർമ്മശാസ്ത്രപ്രകാരമാണ് വിഹിതമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പരശുരാമനോട് മറുപടിയായിട്ട് ശ്രീരാമൻ പറഞ്ഞു, എനിക്ക് താടകയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. വിശ്വാമിത്രൻ എനിക്ക് ഗുരുവാണ്. വിശ്വാമിത്രൻ്റെ നിയോഗപ്രകാരം ഞാൻ കൊന്നേ ഉള്ളൂ. അങ്ങാകട്ടെ സ്വന്തം അമ്മയെ തന്നെ കൊന്നവനാണല്ലോ എന്ന് തിരിച്ചു പറഞ്ഞു. ഇതൊന്നും വാൽമീരാമായണത്തില്ലാത്തതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തർക്കിക്കുക അവരാണ്. പെറ്റമ്മ തന്നെ കൊല്ലുവാൻ വിധിച്ച ശാസ്ത്രമേതോ. അങ്ങനോട് ചോദിക്കുന്നു, താടക എന്തിനു കൊന്നു? സ്ത്രീകളെ കൊല്ലാൻ പാടുണ്ടോ എന്നാണല്ലോ ചോദ്യം. അങ്ങ് ഒരു സാധാരണ സ്ത്രീയല്ല, പെറ്റമ്മയായ രേണുകയെ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പുരാണ പുസ്തക കഥയാണ്. രേണു ഒരിക്കൽ രേവാനദിയിൽ ആശ്രമത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ പോയ സമയത്ത് ചിത്രരഥൻ എന്നൊരു ഗന്ധർവൻ കുറേ അപ്സരസുകളായിട്ട് ജലക്രീഡ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി നിന്നു. ഭാഗവത്തിലും കാണാം, കിഞ്ചിൽ ചിത്രരസസ്പൃഹ എന്നാണ്. അയാൾ ഇങ്ങനെ കാമിനിമാരോടുകൂടി ആനന്ദിക്കുന്നവനായ അയാളെ നോക്കി നിന്നു. ആ സ്ത്രീകളിലൊക്കെ ഭാഗ്യം വിചാരിച്ചിട്ടുമായിരിക്കണം താനാകട്ടെ ഈ കോപിഷ്ഠനായ മഹർഷിയുടെ ഭാര്യയായിട്ട് ജമദഗ്നിയുടെ ഭാര്യയായിട്ട് ആശ്രമത്തിൽ കഴിയുകയാണെന്ന്. എനിക്കിങ്ങനത്തെ കാമഭോഗങ്ങളൊന്നും സാധ്യമില്ല എന്നുള്ള സങ്കടം കൊണ്ടോ ഒന്നും കവി പറയുന്നില്ല. അത് നോക്കി നിന്നു, അത്രയേ ഉള്ളൂ. ഈ നോക്കി നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. തിരിച്ച് ആശ്രമത്തിൽ വരുമ്പോൾ സമയം വൈകിപ്പോയി. ജമദഗ്നിക്ക് ദേഷ്യം വന്നു. ജമദഗ്നി പറഞ്ഞു, ജമദഗ്നി ജ്ഞാനശക്തി കൊണ്ട് അറിഞ്ഞു ഇപ്പോൾ ചിത്രരഥനെ നോക്കി നിൽക്കുക ചെയ്തതാണ്. അതുകൊണ്ട് മക്കളോട്, ഈ പരശുരാമന് ജ്യേഷ്ഠന്മാരായ 4 പേരുണ്ട്, അവരോടൊക്കെ പറഞ്ഞു ഇവള് വ്യഭിചാരിണിയാണ്, ഇവിടെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഇപ്പം എന്ത് വ്യഭിചാരമുള്ളതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ പഴയ ധാർമ്മിക ഇത് അനുസരിച്ച്, ധാർമ്മിക സങ്കല്പം അനുസരിച്ച് പരപുരുഷനെ നോക്കുന്നതും പരപുരുഷനുമായിട്ട് മനസ്സിൽ കാമം തോന്നുന്നത് തന്നെ വ്യഭിചാരമാണ്. നാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, വീക്ഷണം പരമാരീണം കാമസങ്കല്പപൂർവകം ഉല്ലാസ സംവാദാശ്ചൈവ തദ്യോഗോ വ്യഭിചാര ഇത് സ്മൃത ഉണ്ട്. പുരുഷന്മാരുടെ ഭാഗത്താണ് പറഞ്ഞത് മാത്രം. സ്ത്രീകളുടെ കാര്യത്തിൽ അത് ശരിയാണ്. അന്യ സ്ത്രീകളെ നോക്കുക, കാമത്തോടു കൂടി നോക്കുകയാണ്. വീക്ഷണം പരമാരീണം കാമസങ്കല്പപൂർവകം സല്ലാപസ്ഥൈവ തദ്യോഗോ. അവരോട് സല്ലപിക്കുക, കാമമുള്ളിൽ വെച്ചുകൊണ്ട് സല്ലപിക്കാൻ ശ്രമിക്കുക. അതുപോലെ വ്യഭിചാരമാണ് നാരായണ ഗുരു നാരായണ മീമാംസയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അവൾക്ക് ശരീര സമ്പർക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്യപുരുഷനായ ചിത്രരഥനെ കാമത്തോടു കൂടി നോക്കി നിന്നു. അതിനാണ് ജമദഗ്നി അവളെ വധിക്കാൻ പറഞ്ഞത്. ജ്യേഷ്ഠന്മാർ അമ്മയെ എങ്ങനെയാണ് വധിക്കുക എന്ന് വിചാരിച്ചിട്ട് അതിൽ മടിച്ചു. പക്ഷെ പരശുരാമന് മടിയുണ്ടായില്ല. അദ്ദേഹം മഴുവെടുത്തിട്ട് പറഞ്ഞാലനുസരിക്കാത്ത ഈ ജ്യേഷ്ഠന്മാരെയും സ്വന്തം അമ്മയെ തന്നെയും കഴുത്തർത്ത്. ജമദഗ്നി സന്തോഷമായി. ജമദഗ്നി പറഞ്ഞു, മകനെ നീയും അനുസരിക്കുമല്ലോ, അതുകൊണ്ട് നിനക്ക് എന്താണ് വരം വേണ്ട തരാമെന്ന് പറഞ്ഞു. പരശുരാമൻ പറഞ്ഞു, ഈ കൊല്ലപ്പെട്ട അമ്മയും തൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ എഴുന്നേൽക്കണം എന്ന് മാത്രമല്ല, അവർക്ക് ഉണർന്നതുപോലെ ജീവൻ തിരിച്ചിട്ടുന്ന അവർ ഞാനിങ്ങനെ ചെയ്തു എന്നുള്ള ഓർമ്മിക്കുകയും ചെയ്യരുത്. അവരെ കൊല്ലാനുള്ള ചെയ്തതാണ്, സ്മരണ പോലും അവർക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അവനെ ബുദ്ധിമുട്ടില്ലല്ലോ, കൊന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായി കഴിയുമ്പോൾ പുനർജീവിതം കിട്ടിയാലും പുനരുജ്ജീവിക്കപ്പെട്ടാലും ആ ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഞാനിങ്ങനെ ചെയ്തതുള്ള ഓർമ്മ പോലും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ജമദഗ്നി അനുഗ്രഹിച്ചു നോക്കിയാണ് കഥ. ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് ഒക്കെ ഓർമ്മിച്ചിട്ടാണ് പരശുരാമനോട് രാമൻ ചോദിക്കുന്നത്. അങ്ങനോട് ചോദിക്കുന്നു, താടയെ കൊല്ലാൻ എന്താ കാര്യം ചോദിക്കുന്നു. പെറ്റമ്മയെ കൊല്ലാൻ എന്ത് ശാസ്ത്രമാണ് സമ്മതിക്കുന്നത് അങ്ങോട്ട് ചോദിച്ചു. ഇവരുടെ ആട്ടക്കഥകളിലും പലരും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വാൽമീകി ഇത്തരം അങ്ങോട്ടുള്ള ആരോപണം പ്രത്യാരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, കുറ്റം ചൊൽകയല്ല നീ മാതൃഘാതകയല്ലേ, മാതാവാകുമോ താടക എന്നു ചിത്തെ ഭൂദേവ ശിഖാമണേ തെറ്റു ചിന്തിച്ചു കൺക. താടക എനിക്കൊരു അന്യ സ്ത്രീയാണ്. രേണുകേട്ട അങ്ങക്ക് അമ്മ തന്നെയാണ്. പെറ്റമ്മയെ തന്നെ കൊന്ന അങ്ങാണോ എന്നോട് ചോദിക്കുന്നത്. ഈ ആട്ടക്കഥാകാരന്മാരൊക്കെ ഇതേ തരത്തിൽ രാമനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ ദേഷ്യം വന്നു പരശുരാമന്. പരശുരാമൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊന്നതെന്ന് പറഞ്ഞു.
സംശയമില്ല, രാമന് പറയാൻ ന്യായമുണ്ട്. ഗുരുവാക്യവും പിതൃവാക്യവും ഒരുപോലെ ഗുരുക്കളെന്നോ ഭവാൻ ധരിക്കാതെ. അത് സ്വന്തം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയെ കൊന്നു എന്നുള്ളതാണ് ന്യായമെങ്കിൽ ഞാൻ താടകയെ കൊന്നത് ഗുരുവാക്യം പ്രമാണിച്ചിട്ടാണ്. ഗുരുവും പിതാവൊക്കെ രണ്ടുപേരും തുല്യരായി ബഹുമാനം അർഹിക്കുന്നവരാണ്. അവരുടെ ആജ്ഞകൾ മക്കളും ശിഷ്യന്മാരൊക്കെ പാലിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തെറ്റൊന്നുമില്ലല്ലോ എന്നാണ് രാമൻ്റെ മറുപടി. ഇങ്ങനെ രാമൻ മറുപടി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പരശുരാമൻ ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്തടോ രാമ എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ താരതമ്യമൊക്കെയുള്ള ആ ഒരു ഭാവവും ഒരുതരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടമ്പി എഴുതുമ്പോഴേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ ആയിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ എന്തടോ രാമ ഗർഭവിത്ര കാട്ടുവാനൊരു ബന്ധം ജീർണിച്ച വില്ലു മുറിച്ചിടുക കൊണ്ടോ. എന്ത് നീ വളരെ പഴക്കമുള്ളൊരു വില്ല് മുറിച്ചു എന്നുള്ളതുകൊണ്ടാണോ ഇത്ര അഹങ്കാരം? രാമൻ്റെ മറുപടി അപ്പോഴും ഈ നിന്ദാഗർഭമായ ചോദ്യം പരശുരാമൻ ചോദിച്ചപ്പോഴും ശ്രീരാമൻ പറയുന്നു എന്താണ്, ഞാൻ ക്ഷമിക്കുന്നു. എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? ബ്രാഹ്മണൻ ഇന്നു ചിന്തിച്ചിരുന്നു ഞാൻ, ചിന്തിച്ചിന്നു ഞാൻ ക്ഷമിക്കുന്നു. ദുർമതയെ കടന്നേറെ പറഞ്ഞു പോകായി നീ. അവിടെ സംബോധന ദുർബുദ്ധയെന്ന്. ദുർമതയെ മതി ബുദ്ധി, അതെയോ ദുർബുദ്ധി. നീ അധികം കടന്നു പറയൊന്നും വേണ്ട. ബ്രാഹ്മണ കുലജാതനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ഷമിക്കുന്നതെന്നാണ്. അപ്പം ഇങ്ങനെ രണ്ടുപേരും ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ കുറച്ച് താഴ്ന്ന നിലവാരത്തിലാണ് കമ്പരാമായണത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ, പരസ്പര നിന്ദ ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഒന്നും വാൽമീകി പറയാത്ത കാര്യമാണ്. പിന്നെ കവികൾക്ക് ശ്രദ്ധപ്രകാരം ഇതിവൃത്തങ്ങളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതൊക്കെയാണ് അവർ ചെയ്തതെന്നർത്ഥം. എന്നിട്ട് പറയുകയും ചെയ്തു, എന്താ പരശുരാമൻ പറയുന്നത്, കാണട്ടെ നിനക്കുള്ള പാടവം ഈ വില്ലിൻ്റെ ഞാണൊന്നൂറുക്കി നീ ബന്ധിക്ക കുമാരക. തൻ്റെ കയ്യിലുള്ള ഗംഭീരമായ വൈഷ്ണവജാപം. ഈ വൈഷ്ണവജാപത്തെ പറ്റിയും ശൈവജാപത്തെ പറ്റിയൊക്കെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞ് ഓർമ്മിക്കുക. ആ വൈഷ്ണവജാപം പാരമ്പര്യമായിട്ട് ജമദഗ്നി കിട്ടി, ജമദഗ്നി എന്ന് പരശുരാമന് കിട്ടിയതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെയാണ് നീ എന്ത് ചെയ്യും, ഇത് കൊലച്ച് ഞാൻ കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടായില്ല. ഉടനെ തന്നെ തൃക്കരത്തിങ്കൽ വാങ്ങി രാമചന്ദ്രനും അപ്പോൾ കുലച്ചു, ഗുണം കൊണ്ടു ബന്ധിച്ചു, ശരം ചേർത്തു. ഗുണം നേരത്തെ പറഞ്ഞ ചരട് ഞാൻ ബന്ധിച്ചിട്ട് ചോദിച്ചു, ഞാൻ എവിടത്തേക്കാണ് ഇത് അയക്കേണ്ടത്, ലക്ഷ്യമില്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ ക്ഷോഭമൊക്കെ തീർന്നു, അദ്ദേഹം താഴ്ന്നു. പരശുരാമൻ താനും വന്ദിച്ചു വിനീതനായി പരമാപുരുഷനോടരുളി ചെയ്ത ആനേവം എന്നൊക്കെയാണ് പറഞ്ഞത്. മൂഢനായുള്ള ഞാനും നിന്നോടു മതം കൊണ്ടു രൂഢഗർവേണ അതെന്നതൊക്കെ പൊറുക്കേണം. അപ്പോൾ മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ അഹങ്കാരം കൊണ്ട് ഇതിനോട് പറഞ്ഞില്ല, മോശമായിപ്പോയി. ഏതായാലും എൻ്റെ തപസ് കൊണ്ട് കിട്ടിയിട്ടുള്ളതായ തലപ്പോ ലോകങ്ങൾ, ദിവ്യങ്ങളായ ലോകങ്ങളൊക്കെ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ് ഈ വണ്ണം തന്നെ അവലംബിച്ചു വിഷ്ണുകലയെ രാമചന്ദ്രദേവനിൽ സമർപ്പിച്ചു. പരശുരാമനും വൈഷ്ണവാംശമുള്ള ആളാണ്. അദ്ദേഹം ഒരു ആവേശാവതാരമാണ്. പരശുരാമൻ്റെ അവതാര യുദ്ധങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്, അത്ഭുതം തോന്നിക്കുന്നതാണ്. ആവേശാവതാരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു വൃത്തിയിൽ, ഒന്നുകിൽ നിവൃത്തി മാർഗത്തിലോ അല്ലെ പ്രവൃത്തി മാർഗം, രണ്ട് മാർഗങ്ങളാണ് വൈദികമായി അനുഷ്ഠിക്കേണ്ടത്. രണ്ട് മാർഗവും ഉറച്ചു നിൽക്കാത്ത ആളാണ് യഥാർത്ഥത്തിൽ പരശുരാമൻ. അത് ജനിച്ചത് രാമൻ്റെ മകനായിട്ടാണ്, ജമദഗ്നിയുടെ മകനായിട്ടാണ്. രേണുകാട്ടെ ഒരു ക്ഷത്രിയ സ്ത്രീയായിരുന്നു. രണ്ടിൻ്റെയും കറുപ്പുണ്ട് അദ്ദേഹത്തിന്. നേരത്തെ പറഞ്ഞതുപോലെ അമ്മയെ കൊന്നു അതിൻ്റെ പാപം തീർക്കാൻ വേണ്ടി തീർത്ഥയാത്രയ്ക്ക് പോയി. തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കാർത്തിവീര്യാർജുൻ്റെ മക്കൾ വന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ജമദഗ്നിയെ വധിച്ചു. അച്ഛനെ വധിച്ചു എന്ന് കേട്ടപ്പോൾ തിരിച്ചു വന്നിട്ട് ക്ഷത്രിയന്മാർ 21 വട്ടം നശിപ്പിച്ചു. മഹേന്ദ്രവളത്ത് തപസ്സിന് പോയി. ആ കാലത്ത് അതിനുശേഷമാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒന്നിനും ഉറച്ചു നിൽക്കുന്നില്ല. തപസ്സിന് പോയ ഒരാൾ യഥാർത്ഥത്തിൽ ഈ തൻ്റെ ഗുരുനാഥൻ്റെ വില്ല് ഒട്ടിച്ചു എന്നൊക്കെ കേട്ട് ക്ഷോഭിച്ച് വരേണ്ട ഒരു കാര്യമില്ല. ഈ ശൈവമായ ചാപ് സൂക്ഷിക്കാൻ ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല. അത് ജനക മഹാരാജാവിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇടപെടേണ്ട ഒരു കാര്യം യഥാർത്ഥ പരശുരാമൻ സാമാന്യ യുക്തി നോക്കിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം തപസ്സിന് പോയ ശേഷം വളരെ കാലം കഴിഞ്ഞ് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ മഹാഭാരതത്തിൽ കാണും അംബയുടെ ഒരു പ്രശ്നം.
കാശിരാജകുമാരിയായ അമ്പയെ ഭീഷ്മർ പിടിച്ചുകൊണ്ടുവന്നു. ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണം നമ്മൾ ആവശ്യപ്പെട്ടത്. ഭീഷ്മരെ നിരസിക്കുകയോ ചെയ്ത സമയത്ത് ആ അമ്പ പരശുരാമനെ ആശ്രയിക്കുന്നുണ്ട് വേറൊരാൾ മുഖാന്തരം. അന്ന് പരശുരാമനെ അമ്പയ്ക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. യഥാർത്ഥം ഇതൊന്നും ഇടപെടേണ്ട കാര്യം, അദ്ദേഹം തപസ് ചെയ്യാൻ പോയ ആളാണ്. അപ്പോൾ ഈ ഒരു കന്യകയുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ പരശുരാമനില്ല. അദ്ദേഹം അങ്ങനെ പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല അത്ഭുതകരമായൊരു കാര്യം, ഇതൊക്കെ കൂടെ പറയുന്നതേ ഉള്ളൂ, രാമായണത്തിൻ്റെ വിഷയമല്ല. ഈ സാധാരണഗതിയിൽ അവതാരങ്ങളുടെ സ്വഭാവം ദുഷ്ടമർദ്ദനം, ശിഷ്ടരക്ഷണം എന്നൊക്കെയുള്ളതാണ്. ഇതേ ശിഷ്ടന്മാരെ രക്ഷിച്ചതായിട്ട് കാണുന്ന കഥ വളരെ കുറവാണ്. ആരെങ്കിലും അനുഗ്രഹിച്ചതായിട്ടോ ആർക്കും വരം കൊടുത്തതായിട്ടോ ഒന്നും നമ്മൾ കാണില്ല. അധികമുള്ള വിപരീത പ്രക്രിയകളാണ്. പരമശിവൻ്റെ ശിഷ്യരാണ് സ്വയം അഭിമാനിക്കുന്ന ആളാണെങ്കിലും സാക്ഷാൽ കൈലാസത്തിൽ പോയിട്ട് ഗണപതിയായിട്ട് കലഹിച്ച് ഗണപതിയുടെ ഒരു കൊമ്പൊടിച്ചു. പ്രഖ്യാതമായ കഥകൾ ഇതൊക്കെയാണ് പരശുരാമൻ ചെയ്തത് നടത്തും. എന്നാൽ ഇങ്ങനെ പരശുരാമൻ അപ്പുറത്തിട്ടാകുകയും ചെയ്തു. ഇതൊക്കെയാണ് കമ്പരാമായണത്തിലെ രീതി. ഇനി നമ്മൾ ഈ തുളസീദാസ് രാമായണത്തെയൊക്കെ അത്ഭുതകരമാണ്. തുളസീദാസൻ പിന്നെ വളരെ വിസ്തരിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള കലഹവും വാക്കൊക്കെ പ്രയോഗിച്ചത്. അത് ചില ഭാഗം മാത്രം വായിച്ച് കേൾപ്പിക്കാം. വായിച്ച് കേട്ടാലേ രസമുള്ളൂ. കാര്യം പറഞ്ഞാൽ എൻ്റെ രസികത്വം മനസ്സിലാവില്ല. കാരണം അവർ തമ്മിൽ കലഹിച്ചു. ഈ വൈഷ്ണവജാപം രാമനെടുത്ത് കൊലച്ചു. പരശുരാമൻ പരാജയം സംബന്ധിച്ച് പോയി. ഇതൊക്കെ തന്നെ അവിടെയുള്ളൂ. പക്ഷേ അതൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ കവികളൊക്കെ തമ്മിൽ വ്യത്യാസമുള്ളത്. അവിടെയാണ് ഈ സംസ്കാരത്തിൻ്റെ ഉച്ചനീചത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെയൊക്കെയാണ് ഒരു ഇതിഹാസ കവിയുടെ പ്രമേയത്തെ പിൽക്കാല കവികൾ താഴ്ത്തിക്കളഞ്ഞത് നമുക്ക് അന്ന് മനസ്സിലാവും. ഇവിടെ പറയുന്നതാണ്, അവർ ഈ രാമാദികൾ തിരിച്ചു പോകുന്ന സമയത്തുള്ള പറയാൻ, വീരനാം പാരശ്വഥൻ, പരശു കൊണ്ട് നടക്കുന്ന ആൾ അവിടെ പ്രത്യക്ഷമായി. അത് ഭീകരമായിട്ട് വർണ്ണിക്കുന്നില്ല. പാലത്തിൽ ത്രിപുണ്ടവും പൂണ്ടൊരു രൂപം കാൺമിൻ, കോപത്താൽ അരുണിമാ വീശ്യാമുഖചന്ദൻ, കോടിയാപുരീകങ്ങൾ ആരക്തം എത്തദ്വന്ദ്ം വൃഷഭസ്കന്ധം, ചാരുവിരിമാരിടം നീണ്ടുവിലസും ബാഹുദണ്ഡം, സുന്ദരായ യജ്ഞസൂത്രം രുദ്രാക്ഷമാല്യം മാന്തോൻ, അരയിൽ ബന്ധിച്ചാശു ഭദ്രമാവനാഴി, കൈകളിൽ അമ്പും വില്ലും തോളത്ത് കഠാര, ഇമ്മട്ടിലാ മുനിമുഖ്യൻ ആളുന്ന കോപത്തോടെ നോക്കിനാൻ നൃപന്മാരെ. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസം, കാര്യമായ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്, ജനക മഹാരാജാവ് കൂടിയുള്ള ഒരു സദസ്സിലേക്കാണ് പരശുരാമൻ വന്നതെന്നും അവിടെ മറ്റു രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് തുളസീദാസൻ്റെ വർണ്ണന. നമ്മൾ വാൽമീകി രാമായണത്തിലും അധ്യാത്മ ഒക്കെ ഉള്ളത് അവർ ഈ മിഥിലാപുരി വിട്ട് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചിട്ട് പരശുരാമനെ കണ്ടു എന്നാണ്. അവിടെ ജനകൻ്റെ ഒന്നും സാന്നിധ്യമുള്ളതായിട്ട് മറ്റു രാമായണകാരന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷെ തുളസീദാസൻ പറയുന്ന വിവരണം കേട്ടാൽ ജനകനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അഥവാ അവർ മിഥിലാപുരിയിൽ നിന്ന് ശരിക്കും യാത്ര പുറപ്പെട്ട് കഴിയുന്നതിന് മുമ്പാണ് ഈ പരശുരാമൻ ഈ ചാപഖണ്ഡനം അറിഞ്ഞിട്ട് അവിടെ എത്തിയെന്നാണ് ഈ വർണ്ണനയൊക്കെ നോക്കുക. അതുകൊണ്ടാണ് നൃപന്മാരെ എന്നൊക്കെ പറഞ്ഞത്. കുറേ രാജാക്കന്മാർ, സ്വയംവരാർത്ഥികളായ വന്ന രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഏതായാലും രുദ്രശിഷ്യാഗ്രിമൻ്റെ രൂക്ഷമാഭാവം കണ്ടു വിത്രസിച്ച് അവനീശർ, രാജാക്കന്മാർക്ക് ആ പടം ഭയന്നു നോക്കിയാൽ. ജനകനും എത്തി എന്ന് പറയുന്നില്ല, രാജർഷി ജനകനും അമ്പരം അടുത്തെത്തി. ഒന്നും വാൽമീകിയോ അധ്യാപനമാണവരോ പറയാത്തതാണ്. ജനകരാജാവിൻ്റെ സാന്നിധ്യമേ മറ്റു രാമായണകാരന്മാർ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ജനകരാജാവ് അടക്കമുള്ളവർ പരശുരാമനെ സമാധാനിപ്പിക്കാൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത്. മുനീന്ദ്രൻ്റെ പാദധൂളികളേറ്റു. വിശ്വാമിത്രനുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആ വിശ്വാമിത്രമാമുനി ദശരഥനന്ദനന്മാരോടൊത്തു ചെന്ന് വന്ദിച്ച ശേഷം ചൊല്ലിനാൻ, മുനെ പങ്ക്തിസ്യന്തനാപുത്രന്മാരായി ഉല്ലസിക്കുന്ന രാമലക്ഷ്മണന്മാരാണിവർ. വിശ്വാമിത്രൻ ഈ രാമലക്ഷ്മണന്മാരെ പരശുരാമന് പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഇതൊന്നും മറ്റു രാമായണങ്ങളില്ലാത്തതാണ്. കൗതുകങ്കലായിരുന്ന ഭാർഗവൻ പരീലസൽഭ്രാതൃ യുഗ്മത്തെ കണ്ടു മംഗളമാശംസിച്ചു. അതിൽ ക്ഷോഭിച്ചു. മറ്റു രാമായണങ്ങളിൽ വരുമ്പോൾ തന്നെ ക്ഷോഭിച്ചു എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണ് ഇവരെന്ന് വിശ്വാമിത്രൻ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ കണ്ട് സന്തോഷിച്ചു. അവർക്ക് മംഗളാശംസിച്ചൊക്കെയാണ്.
കാമനും തളരുന്ന സൗന്ദര്യം തിരളുന്ന രാമനെ അല്പനേരം സൂക്ഷിച്ചു നോക്കി എന്നൊക്കെ. രാമദേവനെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടി രാമനെ കുറച്ച് നേരം നോക്കി. അതിനൊക്കെ ശേഷം എന്ത് ചെയ്തു ചോദിച്ചു, ഈ ജനകരാജധാനിയിലാണ് ഈ പരശുരാമൻ എത്തിച്ചേർന്നതെന്നാണ് ആ വിവരണം കൊണ്ട് മനസ്സിലാവുക. എന്നിട്ട് ഈ ആൾത്തിരക്കൊക്കെ കണ്ടിട്ട് ചോദിച്ചു, എന്താ ഇവിടെ തിരക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ യഥാർത്ഥത്തില് ശൈവജാപം രാമൻ മുറിച്ചു എന്നുള്ളത് ഈ പ്രവേശിച്ച സമയത്ത് പരശുരാമൻ അറിയില്ല എന്നാണ് ഇവിടുത്തെ വർണ്ണന കൊണ്ട് തോന്നുക. മറ്റു ദിക്കിലൊക്കെ ഉള്ളത് അത് അറിഞ്ഞിട്ട് ക്ഷോഭിച്ചിട്ടാണ് പരശുരാമൻ വന്നതെന്നാണ്. ഇവിടെ പറയുന്ന ആൾത്തിരക്കെന്തെന്നൊരു ചോദ്യവും ഇട്ടാൻ ജനകരാജാവിനോട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം എന്ന് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു, സംഗതികളൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ വിസ്തരിക്കേണ്ടതില്ല. രേണുകാത്മജയനപ്പോൾ ചുറ്റിലും കണ്ണോടിക്ക് അത് ചോദിച്ചു. ആ വിവരങ്ങളൊക്കെ പറയുന്നിടയ്ക്കാണ് ഈ പരശുരാമൻ ഈ കൊട്ടാരത്തിൽ 4 പറയും നോക്കിയ സമയത്താണ് ആ ശൈവജാപം, വിഖ്യാതമായ ശൈവജാപം മുടിച്ചിട്ടതായിട്ട് കണ്ടു. അപ്പോഴാണ് ക്രോധിച്ചത്. അപ്പം അതുവരെ പരശുരാമൻ ഈ വിവരങ്ങളൊന്നും അറിയില്ല എന്ന് വരും. അപ്പം അങ്ങനെ വർണ്ണിക്കുമ്പോഴുള്ള ഒരു ദോഷം, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരശുരാമൻ ഇപ്പോൾ ഈ മിഥിലാപുരിയിലേക്ക് വന്നത്? അതിന് വേറൊരു കാരണവും കൈ പറയുന്നില്ല. മറ്റേതിക്കൊക്കെ ന്യായമായ കാരണമുണ്ട്. തൻ്റെ ഗുരുനാഥൻ്റെ വില്ല് പൊട്ടിച്ചെന്ന് അറിഞ്ഞിട്ടാണ് ക്രോധിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. തുളസീദാസരാമത്തിലെ വിവരണം കേട്ടാൽ എന്തിനാണ് മിഥിലാപുരിയിലേക്ക് പരശുരാമെന്ന് മനസ്സിലാവില്ല. ഇനി വേറെന്തെങ്കിലും കാരണമാണ് അത് പറയണ്ടേ. അത് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു എന്നല്ല, അദ്ദേഹം വന്നു എന്തിനാന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ മിഥിലാപുരിയിൽ വന്നു. ആ സമയത്താണ് ഈ വില്ല് പൊട്ടിച്ചിട്ടായിട്ട് കണ്ടത്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ തൻ്റെ ഗുരുനാഥനായ പരമശിവൻ്റെ വില്ലാന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അപ്പോൾ ദേഷ്യം വന്നു. ഉൾക്കടക്രോധന്ധനായുച്ചത്തിൽ അലറിനാൻ ഈ കുലവില്ലൊടിച്ചത് ആരുവാൻ മൂഢാത്മാവേ, എങ്ങു നിൽക്കും നീതവനെന്ന് നീ കാട്ടിയിടാഞ്ഞാൽ എങ്ങോളം തവ രാജ്യം അങ്ങോളം മുടിക്കും ഞാൻ. ഭീകരമായ ഭീഷണിയാണ്. അപ്പോൾ ആരാണല്ലോ ഇതൊക്കെ ഒടിച്ചത്? ഈ ശൈവചാപം പൊട്ടിച്ചവനെ കാണിച്ചു തന്നാൽ ഞാൻ അവർ ശരിയാക്കും, നീ കാണിച്ചു തന്നില്ലെങ്കിൽ നിൻ്റെ രാജ്യം നിന്ന് മുടിക്കുമെന്നൊക്കെയാണ് ജനകനോട് ഭീഷണി. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ ഭീഷണി കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സീതയെ വിവാഹം കഴിക്കാൻ മോഹിച്ചു വന്ന രാജാക്കന്മാർ കുറേ ഉണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ സന്തോഷമായി എന്നാണ്. കാരണം തങ്ങൾക്ക് ഏതായാലും സീതയെ തരാനില്ല, ഇവ ജനകരാജാവിന് ഇതുകൊണ്ട് നാശം ഉണ്ടാവുമെങ്കിൽ നന്നായി എന്നൊക്കെ വിചാരിച്ചു. ഇതൊക്കെ തുളസീദാസൻ്റെ കൽപ്പനകളാണ്. ചേതസാ സന്തോഷിച്ചു ദുഷ്ടബുദ്ധികളപ്പോൾ. ദുഷ്ടബുദ്ധികളായി രാജാക്കന്മാരിൽ സന്തോഷം വന്നു. കാർത്തവീര്യാരീ വീര്യം കെട്ടിരുന്നതു മൂലം മാത്രയോ കൽപ്പമെന്നു നിനച്ചു ജനകജ. ഇയാളുടെ ഈ വെല്ലുവിളി കേട്ടപ്പോൾ സീത വിവാഹം കഴിച്ചിട്ടിപ്പോൾ 2-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവള് ആപ്പാടെ പരിഭ്രമിച്ചു. ഓരോരോ നിമിഷവും യുഗങ്ങൾ പോലെ കഴിച്ചു കൂട്ടിന്നാണ്. ഇനി എന്താണ് വന്നു ഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് സീത വിഷമിച്ചു എന്നാണ്. ഇതൊന്നും വാൽമീകിയോ മറ്റു കവികളോ പറയാത്ത സംഗതികളാണ്. അങ്ങനെ പരിഭ്രമിച്ചു. അതിനുശേഷമുള്ള അവരുടെ ഈ രാമനും പരശുരാമനും തമ്മിലുള്ള വാഗ്വാദത്തെക്കാൾ ഇവിടെ തുളസീദാസൻ വർണ്ണിക്കുന്നത് ലക്ഷ്മണൻ്റെ ചില വാക്കുകളൊക്കെയാണ്. മറ്റൊരു രാമായണത്തിൽ ലക്ഷ്മണൻ ഇത് ഇടപെട്ടതായിട്ടോ ഇത് പറഞ്ഞതായിട്ടോ കാണുന്നില്ല. അപ്പം ഇങ്ങനെ അപ്പം ജനകം പറഞ്ഞു, വില്ല് പൊട്ടിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അതൊന്നും അത്ര വിസ്തരിച്ചില്ല. എന്നിട്ട് ചോദിച്ചു, ഭ്രൂപളഞ്ഞ് ആക്രോശിച്ചാൻ ഭാർഗവൻ കൊള്ളാം സേവകൻ, എന്നാൽ പിന്നെ സേവനമല്ലേ ധർമ്മം. അത് ചോദിക്കാൻ കാരണം ജനകരാജാവ് കൈകൂപ്പിക്കൊണ്ട് പരശുരാമനോട് പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ സേവകനാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ വായിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പരിഹാസമായിട്ട് പരശുരാമൻ പറയുകയാണോ, സേവകനല്ലേ, അങ്ങനെയാണ് സേവനല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ ചാപം മുറിക്കുന്നതാണോ വലിയ സേവനെന്നാണ്. തീർത്തു ചൊല്ലുവൻ ചാപം മുറിച്ചോൻ ആരാകിലും കാർത്തവീര്യനെ പോലെ വൈരിയാണീക്കവൻ കേൾക്ക നീ രാമ, പാപിയവനെ ക്ഷണാർത്ഥത്തിൽ നീക്കി നിർത്തുക നന്നായി കാണട്ടെ ഞാനും ഇപ്പോൾ. ആരാണ് ഈ വില്ല് പൊട്ടിച്ചതെന്ന് പറയൂ. അയാൾ എനിക്ക് പണ്ട് കാർത്തവീര്യാർജുനെ കൊന്ന ആളാണ് പരശുരാമൻ, അതുപോലെ എനിക്ക് ശത്രുവാണ്, അയാളെ മാറ്റി നിർത്തുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണന് തീരെ സഹിച്ചില്ല. ലക്ഷ്മണന് ഉത്തരം പറഞ്ഞു എന്നാണ് തുളസീദാസ രാമായണത്തിലുള്ളത്. അത് കുറച്ച് കേമായിട്ടുള്ള ഉത്തരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശണ്ട കൂടുന്നത്. ഇതൊക്കെ ഔചിത്യത്തിൻ്റെ മേഖലയെ അതിക്രമിക്കുന്നതാണ്. കാരണം കുലഗുരുവായ വസിഷ്ഠനും അച്ഛനായ ദശരഥനും തനിക്ക് അങ്ങേയറ്റം ബഹുമാനാദരങ്ങളുള്ള സാക്ഷാത് ശ്രീരാമനും ഉണ്ടായിരിക്കെ ലക്ഷ്മണൻ ഇങ്ങനെ ഒരു
ബ്രാഹ്മണനും കൂടിയായ പരശുരാമനോട് അതിക്രമമൊക്കെ പറയുമെന്ന് വിചാരിക്കാൻ വിഷമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് തുളസീദാസൻ്റെ ചിത്രീകരണം. ഉത്കണ്ഠതരളിത നേത്രനാം സൗമിത്രി ഉജ്ജ്വലാഖ്യാനം കേട്ടു പുഞ്ചിരി വന്നു പോയി. പറയുന്നതൊക്കെ പിന്നെ മോശമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം കണ്ടിട്ട് ഒരു പരിഹാസത്തിരി ഉണ്ടായി എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കവി തന്നെ പറയുന്നതാണ്, ചൊല്ലിനാൻ നിന്ദാഗർഭവാണികളെ വത്സൻ. നിന്ദാഗർഭമായ നിന്ദ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള വാക്കുകൾ ലക്ഷ്മണൻ പറഞ്ഞു. അത് ലക്ഷ്മണനെ പോലത്തെ ആൾ പറയും. പ്രത്യേകിച്ച് രാമനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ രാമചരിത മാനസകാരൻ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇത് ഈ പരശുരാമൻ്റെ ക്രോധവും അദ്ദേഹത്തിൻ്റെ ഇളകിയാട്ടമൊക്കെ കണ്ടിട്ട് ഒരു പരിഹാസത്തോടെ പറഞ്ഞു, ഹേ വിഭോ, ശൈശവത്തിലെത്രയോ ലീലാതാപവിധം നേരം പോക്കായി ഞാൻ ഒടിച്ചിരിക്കുന്നു. ഉത്തരം പറയുന്നതിനും വലിയ യുക്തിയൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുന്നത്. അതേ ഈ വില്ലെന്തിനാണ് ഒടിച്ചതെന്നാണല്ലോ പരശുരാമൻ ചോദിക്കുന്നത്. ലക്ഷ്മണൻ മറുപടി പറയുന്നതോ, രാജകുമാരന്മാരാണല്ലോ, ഇങ്ങനത്തെ എത്രയോ വില്ലുകൾ ഞാൻ ചെറുപ്പത്തിൽ ഓടിച്ചിട്ടുണ്ട് ഞാൻ. അതാണ് ലക്ഷ്മണൻ പറയുന്നത്. അന്നൊരു നാളിൽ പോലും അങ്ങ് ഓവിച്ചില്ല, ഞങ്ങൾ വില്ല് പണ്ട് ഓടിച്ചിട്ടുണ്ടല്ലോ, നീ ദേഷ്യമൊന്നും കണ്ടില്ലല്ലോ. എന്തൊരു ചോദ്യം നോക്കൂ. പിന്നെന്താണ് ഇതിനോട് താല്പര്യം ഇത്രത്തോളം? അപ്പോൾ ദേഷ്യം വന്നു പരശുരാമന്. ബാല, നീയും ദുർമൃതിവശനായി നാവടക്കുക വേഗം. ലക്ഷ്മണനോട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിന്റെ മരണം എടുത്തു, നീ എന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ലക്ഷ്മണൻ പറഞ്ഞു, മുനെ, വില്ലുകളെല്ലാം ഒപ്പം എന്നെ ഞാൻ ധരിച്ചുള്ളൂ. പക്ഷെ വില്ലാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുമ്പോൾ വില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ വില്ല് പൊട്ടിച്ചു. കേൾക്കുക, ജീർണിച്ചൊരു പൊട്ട വില്ലൊടിച്ചെന്നാൽ ആർക്കെന്ത് ചേതൻ ലാഭം എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ പറയേണ്ട യഥാർത്ഥത്തിൽ രാമനാണ്. ലക്ഷ്മണനാണ് ഇതൊക്കെ പറയുന്നത്. ലക്ഷ്മണൻ ചോദിക്കുന്നത്, പണ്ടങ്ങാണ്ടുള്ളൊരു വില്ല് ഞങ്ങൾ ഒടിച്ചു, അതുകൊണ്ട് അങ്ങക്ക് എന്താണ് ഛേദം? ഒടിക്കാത്തതുകൊണ്ട് അങ്ങക്ക് എന്താണ് ലാഭം? എന്തിനാണിതിൽ ക്രോധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കുറേ വാക്കുകളാണ് ലക്ഷ്മണൻ പറയുന്നത്. പരശുരാമന് വീണ്ടും ദേഷ്യം വന്നു. ഇങ്ങനെ അവർ തമ്മിൽ ഏറെക്കുറെ അന്നത്തെ സഭ്യതയ്ക്കോ ആ ബ്രാഹ്മണനുള്ള ബഹുമാനത്തിനൊന്നും യോജിച്ച വിധത്തിലൊന്നും അല്ല ലക്ഷ്മണൻ പറഞ്ഞത്. ഈ പരശുരാമനായിട്ട് ദേഷ്യം വന്നിട്ട് ഉത്ക്രോശിക്കുകയായി രാജന്യകുലാന്തകൻ. ശീലബന്ധനിക്കെന്ന് മൂഢ, നീ കേട്ടിട്ടില്ല എന്നൊക്കെയാണ്. ആ ബുദ്ധിയില്ലാത്തവനെ ലക്ഷ്മണനോട് പറയുക, നീ എൻ്റെ ചരിത്രമൊന്നും കേട്ടിട്ടില്ലാത്തതാണ്. ഞാൻ പണ്ട് കാർത്തവീര്യാർജ്ഞ വധിക്കുക മാത്രമല്ല 21 വട്ടം ക്ഷത്രിയന്മാരെ വധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ അഭിമാനമായിട്ട് പരശുരാമൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടും ലക്ഷ്മണന് വലിയ പരിഭ്രമം ഉണ്ടായാലും അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഈ ക്രോധാകുലനായ പരശുരാമനോട് പറയാണ്, അങ്ങനെയുള്ള ഈ കഥയൊക്കെ അത്രയൊക്കെ പഴയ കഥകളാണല്ലോ എന്നുള്ള മട്ടിലാണ്. എല്ലാ വാക്കുകളും നമ്മൾ ഉദ്ധരിക്കുന്നില്ല. അങ്കുലി ചൂണ്ടിപ്പോയാൽ വാടുന്ന തൊട്ടാ വാടിയല്ല ഞാനെന്നറിഞ്ഞാൽ കൊള്ളാം. ഈ പരശുരാമൻ്റെ ഭീഷണിയൊക്കെ നിസ്സാരമായിട്ട് കാണിച്ചിട്ടാണ് ലക്ഷ്മണൻ പറയുന്നത്. അങ്ങ് വിചാരിക്കേണ്ടത് ഞങ്ങളൊക്കെ തൊട്ടാ പാടില്ലാന്ന് വിചാരിക്കേണ്ടതാ. ഞാൻ യഥാർത്ഥത്തിൽ ഇത്രയെങ്കിലും അങ്ങോട്ട് ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിണ്ണവർ, ഭൂദേവന്മാർ, ഗോക്കൾ, ഈശ്വരഭക്തൻ എന്നിവരോട് വീര്യം കാട്ടുകില്ല അസ്മൽ ഗോത്രം. ഞാനോ എൻ്റെ ഗോത്രക്കാരായ ഇക്ഷ്വാവംശക്കാരൊന്നും എന്ത് ചെയ്യാറില്ല, പശുക്കളോടോ ദേവന്മാരോടോ ബ്രാഹ്മണരോടൊന്നും വലിയ കുഴപ്പത്തിന് അഥവാ അവരോട് സംഘർഷത്തിന് പോകാറില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ ശരിയായി കളയായിരുന്നു വീട്ടിലാണ് പറഞ്ഞത്. പോർവില്ലും അമ്പും മാത്രമല്ലൊരു കോടാലിയോ ഈ വിധം ചുമയ്ക്കുന്ന എന്തിനെന്ന് അറിഞ്ഞില്ല. എന്തൊരു പരിഹാസം നോക്കിക്കൂടാ. അങ്ങ് വില്ലുമ്പൊക്കെ ധരിച്ചിട്ടുണ്ട്, അതുകൂടാണ്ട് ഈ മഴുവെടുത്ത് നടക്കുന്നത് എന്തിനാന്ന് മനസ്സിലായി. ഇങ്ങനെയൊക്കെ പരശുരാമനോട് ലക്ഷ്മണൻ ഇപ്പോഴത്തെ ആൾ പറയാതെന്നാൽ നമുക്ക് അസംഗതമായിട്ടാണ് തോന്നുന്നത്. അത് ഇങ്ങനെയൊക്കെയാണ് തുളസീദാസൻ്റെ ചിത്രയാണ്. അപ്പോൾ വില്ലുമ്പൊക്കെ നന്നായി വാളുമുണ്ട്, അത് പോരാഞ്ഞിട്ട് ഈ കോടാലിയും കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ വളരെ പരിഹാസമായിട്ടും ലേശം പരശുരാമനെ ബഹുമാനിക്കാതെയാണ് ലക്ഷ്മണൻ്റെ ചോദ്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ടാൽ പിന്നെ ലക്ഷ്മണൻ ദേഷ്യം വരാതിരിക്കുക. ആകപ്പാടെ ക്രോധിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യം ചെയ്തു ഞാൻ പറയുന്നു, ഞാനിൽ ദോഷിയാകില്ല, ഇവനെ കാത്തുകൊള്ളുവാൻ മനസ്സേ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം മൽക്കര ബലവായ്പും കോപവും പ്രതാപവും വ്യക്തമായി ഗ്രഹിപ്പിച്ചു തടയൂ സമാരംഭം. അപ്പോൾ മറ്റുള്ളവരുടെ ദശരഥനോട് ലക്ഷ്മണൻ, രാമൻ മുതലായവരൊക്കെ ആയിട്ടാണ് പരശുരാമൻ പറയുന്നത്, ഇവരെ ഞാൻ കൊന്നുപോയി ഇങ്ങനത്തെ വാക്കൊക്കെ കേട്ടാൽ, അതുകൊണ്ട് ഇവൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തടഞ്ഞു നിർത്തിക്കൊള്ളുന്നതാണ്. അപ്പോഴും ഈ ദശരഥാദികളോ അവിടെ വിശ്വാസത്തിനുണ്ട് നേരത്തെ കണ്ടു, അവരോ മിഥില രാജാവ് ഒന്നും പറഞ്ഞില്ല.
ഒരു താരതമ്യേന ചെറുപ്പക്കാരനായ ലക്ഷ്മണൻ ഇങ്ങനെ ഒരു വളരെ വൃദ്ധനായ ഒരു താപസനും മഹർഷിയും ബ്രാഹ്മണനൊക്കെയാണല്ലോ ഈ പരശുരാമൻ. അവരാരും ഇടപെട്ടില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. ഏതായാലും വീണ്ടും വീണ്ടും ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, തന്നുടെ നാവ് കൊണ്ട് തൻ പരാക്രമം പിന്നെയും കീർത്തിച്ചില്ലേ. അവിടെ പരീക്ഷിക്കുക വീണ്ടും, അങ്ങ് സ്വന്തം നാവ് കൊണ്ട് തന്നെ കീർത്തിക്കുകയാണല്ലോ, ഞാൻ ഇരുന്നു വിലവെക്കുന്നില്ല എന്നാണ്. അപ്പോൾ വിശ്വാമിത്രൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടപെട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഹേ മഹാത്മാവേ ഭവാൻ, കോപകാലുഷ്യം നീക്കി ചിത്തചാവല്യത്തെ സസ്നേഹം പൊറുക്കണം. വിശ്വാമിത്രൻ്റെ ഈ പരശുരാമനൊക്കെ ബന്ധുക്കളാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്ക് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. പരശുരാമൻ പറയാണ്, വെൺമഴുതാകയിൽ ക്രോധി ഞാൻ ഗുരുദ്രോഹി, ഈ ഗുരുദ്രോഹിയായവരെ ഞാൻ എന്തായാലും ശിക്ഷിക്കാതിരിക്കില്ല. മഹാമുനെ താങ്കളെക്കുറിച്ചുള്ളിൽ തങ്കിലും ആദരത്താൽ കൊല്ലാതെ ഇഷ്ടയിക്കാം. ഇത് വിശ്വാസത്തിനോട് പറയുന്നത്, ഞാനിവനെ കൊന്നുപോയിരുന്നു, പക്ഷേ അങ്ങനെയുള്ള ബഹുമാനം കൊണ്ട് ഞാൻ കൊല്ലാണ്ട് വിടാമെന്നാണ്. അവിവേകിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ തമ്മിൽ കുറേ വരികളുണ്ട് തുളസീദാസ രാമായണത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥത്തിൽ അവരുടെ നിലവാരത്തിൽ ഒക്കുന്ന വിധത്തിലല്ല സംസാരിച്ചെന്ന് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് രാമൻ ഇടപെട്ടുള്ളൂ. രാമൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അങ്ങേക്ക് എന്താ വേണ്ടത് ചെയ്യാം, കുട്ടികളോട് നിങ്ങൾ ലഹള കൂടാൻ പോകുന്നത് ശരിയല്ല എന്നൊക്കെയാണ്. എന്നിട്ട് പറയുകയും ചെയ്തു, ഇനി അങ്ങക്ക് ഈ വില്ല് പൊട്ടിച്ചൊരു വിഷമമുണ്ടെങ്കിലേ ആരെങ്കിലും ഈ ലോഹം കൊണ്ട് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് വില്ല് വേണം വീട് കൂട്ടി ഉറപ്പിക്കാമെന്നാണ്. ഉല്ലസൽപ്രതിഭയാൽ കീർത്തിതരായിട്ടുള്ള വല്ല ശില്പികളെയും വരുത്തി മുറുക്കി കെട്ടാം, മുറുക്കി കൂട്ടാം. ഇങ്ങനെയൊക്കെ വളരെയധികം വിശ്വാമിത്രൻ്റെ ക്രോധത്തെ പരശുരാമൻ്റെ ക്രോധത്തെ വർദ്ധിത വീര്യമാക്കുന്ന വാക്കുകളാണ് ലക്ഷ്മണൻ പറഞ്ഞതൊക്കെ. ഒടുവിൽ അദ്ദേഹം വളരെ ദീർഘിപ്പിക്കണ്ടാച്ചിട്ട് വളരെ കൂടുതൽ പറയുന്നില്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട്. അവസാനം രാമൻ പറഞ്ഞു, അങ്ങനെ പരിഭ്രമിക്കൊന്നും വേണ്ട, അങ്ങനെ ഇപ്പം എന്താ വേണ്ടത്, ഈ കുട്ടിയായി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ബാലനാണ് ഇവന്നൊക്കെയാണ് പറയുന്നത്, മുലകുടി പ്രായം നീർന്നില്ല എന്നൊക്കെയാണ്. ഇതൊക്കെ അത്ഭുതകരമായ വാക്കാണ്. കാരണം നമ്മളറിയാം, ഈ അവതാര സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ രാമനും ലക്ഷ്മണനും ഭരതശത്രുഘ്നന്മാരും തമ്മിലൊക്കെ ഓരോരോ ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. രാമനിവിടെ പറയുന്നതോ, വളരെ ചെറിയ കുട്ടിയല്ലേ, മുലകുടി മാറാത്തവനാണ്, അങ്ങനത്തെ ഒരാളോട് അങ്ങ് ഈ ലഹളയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ എനിക്ക് എന്താ വേണ്ടെങ്കിൽ ചെയ്യാമെന്നൊക്കെ. ഇതൊക്കെ അത്ഭുതകരമായ വാക്കാണ്. കാരണം രണ്ടുപേരും വിവാഹം ചെയ്തതായിട്ട് വന്നിരിക്കുകയാണ്, വിവാഹം കഴിഞ്ഞ് വരുന്ന ആളിലാണ്, അത്ര ചെറിയ കുട്ടിയൊന്നുമില്ല. എന്നിട്ട് പറയുന്നതോ മുലകുടി മാറാത്ത കുട്ടിയാന്നൊക്കെ. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. രാമൻ പറഞ്ഞു, ഞാൻ എനിക്ക് എന്താ വേണ്ടത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പരശുരാമൻ തൻ്റെ കയ്യിലുള്ള വൈഷ്ണവ രാമന് കൊടുത്തു. അതിലൊന്നും കഥയിൽ വ്യത്യാസമില്ല. രാമനാകട്ടെ അനായാസമായിട്ട് അത് കുലച്ച് ഞാണേറ്റി പരശുരാമനോട് എന്താണ് ഇതിന് ലക്ഷ്യമാക്കേണ്ടതെന്ന് ചോദിച്ചു. പരശുരാമൻ തൻ്റെ തപോലോകങ്ങളൊക്കെ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയൊക്കെ സംഭവങ്ങൾ വാൽമീകി രാമായണത്തിലെ പോലെ തന്നെ. കഴിഞ്ഞപ്പോൾ രാമനെ കുറച്ച് സ്തുതിച്ചു. അങ്ങനെ സാക്ഷാൽ വിഷ്ണുവാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ മംഗളകരമായിട്ട് തന്നെ അവസാനിച്ചു. അവസാനം കുറേ സ്തുതിയുണ്ട്. രേണുകാത്മജൻ പരശുരാമൻ എന്താ ഇതേ കീർത്തിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹേ രഘുദേവ, ഗോത്രവിജയ പതാകയാം ശ്രീരാമ, ജയിച്ചാലും വിജയീ ഭവിച്ചാലും രേണുകാത്മജനേവം കീർത്തിച്ചു തപസ്സിനായി കാനനാം ദിനം നോക്കി എന്നൊക്കെ പറഞ്ഞ് രാമനെ സ്തുതിച്ചിട്ട് കാട്ടിലേക്ക് തപസ്സിന് പോയി എന്നാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഇപ്പം വിസ്തരിക്കാൻ കാരണം വെച്ചാൽ നമ്മളെ ഇതിഹാസങ്ങളിലെ പ്രഖ്യാതമായ സന്ദർഭങ്ങളൊക്കെ പിൽക്കാല കവികൾ എത്ര നേർപ്പിക്കുകയും എത്രയധികം എന്താ പറയേണ്ടത്, അതിനെ ഗൗരവത്തെ ചോർത്തിക്കളായത് അമിതമായ വിസ്തരണം കൊണ്ടും ഒരു കാര്യം പറയുമ്പോൾ അതിൽ വല്ലാതെ വിസ്തരിച്ച് വഷളാക്കുക പലപ്പോഴും ചെയ്തിട്ടുള്ളതെന്ന് അർത്ഥം. ഒരു പാശ്ചാത്യ നിരൂപവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സൃഷ്ടിക്കുന്നു, വിസ്തരിക്കുമ്പോൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാമൻ്റെയും ലക്ഷ്മണൻ്റെ ഒക്കെ ക്രോധത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് അത് കേമാന്ന് വിചാരിച്ച് വർണ്ണിച്ച് അതിൻ്റെ നിലവാരമൊക്കെ കുറച്ച് താഴ്ത്താണ് വാസ്തവത്തിൽ തുളസീദാസൻ ചെയ്തത്. തുളസീദാസൻ രാമായണം ഇന്ത്യയിൽ മുഴുവൻ കീർത്തി കേട്ടതാണ്. അതിൽ വളരെ ഭക്തിപുരസനം നിത്യപാരായണം നടത്തുന്ന ഗ്രന്ഥമാണ് ഉത്തരേന്ത്യയിലൊക്കെ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ വർണ്ണിച്ചത് അർത്ഥം. ഇങ്ങനെയാണ് തുളസീദാസൻ്റെ വിവരണം. ഇനി നമുക്ക് രാമായണ ചമ്പുവിൽ ഈ പരശുരാമ ഗർഭഭംഗം എത്തിച്ചു പറഞ്ഞിട്ട് ഈ ബാലകാണ്ഡത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇവിടെ അടുത്ത പ്രഭാഷണത്തോടെ അവസാനിക്കും. തൽക്കാലം എല്ലാവർക്കും നമസ്കാരം.